ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കാളിദാസന് ശ്യാമളാദണ്ഡകവും ഭാഗം 2. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. സംസ്കൃത ഭാഷയിലെ മഹാകവിയായ കാളിദാസൻ ആദ്യമായി രചിച്ച കൃതിയാണ് ശ്യാമളാദണ്ഡകം എന്നാണ് പറയുന്നത്. 26-ലധികം അക്ഷരമുള്ള ഗദ്യരൂപത്തിലുള്ള ശ്ലോകങ്ങളെയാണ് ദണ്ഡകം എന്ന് പറയുന്നത്. സാധാരണ ശ്ലോകങ്ങൾ 26 അക്ഷരത്തിൽ ഒതുക്കുന്നതാണ്. ദണ്ഡകം എന്നാൽ വടി എന്നർത്ഥം. ദണ്ഡകം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ ഐതിഹ്യമായ കഥ പറയാം. കാളിദാസ കവി ഭോജരാജാവിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു. ഒരു ദിവസം രാജാവും കാളിദാസനും കൂടി സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ രാജാവ് ഒരാഗ്രഹം പറഞ്ഞു. തൻ്റെ ചരമഗീതം എഴുതി ഒന്ന് ചൊല്ലിക്കേൾക്കണമെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങ് ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്കതിന് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. താങ്കൾ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ചൊല്ലുന്നത് എന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞു. എനിക്ക് സാധിക്കയില്ല എന്ന് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അങ്ങയെക്കുറിച്ച് ചൊല്ലുന്നത് കേട്ടാൽ അങ്ങ് ഉടൻ തന്നെ മരിച്ചു വീഴുമെന്ന് പറഞ്ഞു. അത് കേട്ട രാജാവിന് ദേഷ്യം വന്ന് ഇനി നിങ്ങളുടെ സേവനം ഇവിടെ വേണ്ട, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കാളിദാസൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ധര എന്ന സ്ഥലത്തെത്തി. സന്യാസിയുടെ വേഷമായിരുന്നു. ഒരു വൃദ്ധ സന്യാസിയെ കണ്ടപ്പോൾ ഏതോ മഹാത്മാവാണെന്ന് മനസ്സിലാക്കി തൻ്റെ കൂടെ താമസിച്ചു കൊള്ളാൻ പറഞ്ഞു. വൃദ്ധ തനിച്ചായിരുന്നു താമസം. കൊട്ടാരത്തിൽ കാളിദാസൻ പോയതോടെ രാജാവ് വളരെ ദുഃഖിതനായി. കാളിദാസനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള വഴി ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം രാജാവ് 2 വരി കവിത എഴുതി ഇതിൻ്റെ ബാക്കി വരികൾ എഴുതുന്നവർക്ക് സമ്മാനം നൽകുന്നതായിരിക്കുമെന്ന് വിളംബരവും ചെയ്തു. ഇത് കാളിദാസൻ താമസിച്ചിരുന്ന വീട്ടിലെ വൃദ്ധയും അറിഞ്ഞു. അപ്പോൾ തൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആൾ ഒരു ജ്ഞാനിയും മഹാത്മാവുമാണെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ ഈ കവിത കൊണ്ടുപോയി കാളിദാസൻ്റെ കയ്യിൽ കൊടുത്തു. ബാക്കി എഴുതിത്തരണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മാനവും ലഭിക്കുമെന്ന് വൃദ്ധ പറഞ്ഞു. ഉടൻ തന്നെ കാളിദാസൻ നിഷ്പ്രയാസം വരികൾ എഴുതി കൊടുത്തു. ആ സ്ത്രീ ഇത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി രാജാവിനെ കാണിച്ചു. കണ്ട ഉടൻ തന്നെ ഇത് കാളിദാസൻ്റെ വരികളാണെന്ന് മനസ്സിലാക്കിയ രാജാവ് ആ സ്ത്രീ പോകുന്നതിൻ്റെ പുറകെ ഭൃത്യന്മാരെ അയച്ചു. അങ്ങനെ വീട് കണ്ടുപിടിച്ചു. ഉടൻ തന്നെ രാജാവ് വേഷം മാറി ആ വീട്ടിലെത്തി കാളിദാസനെ കണ്ടു. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭോജരാജാവിൻ്റെ ഭൃത്യനായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഭൃത്യനല്ലയോ എന്ന് ചോദിച്ചു. അല്ലെന്നും രാജാവ് മരിച്ചു പോയെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കാളിദാസന് ദുഃഖമുണ്ടായി. അസുഖം വന്നാണോ മരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ലെന്നും കവിയായ കാളിദാസനും രാജാവും തമ്മിൽ വലിയ സൗഹൃദത്തിലായിരുന്നെന്നും കാളിദാസൻ അദ്ദേഹത്തെ വിട്ടുപോയ ദുഃഖത്തിലാണ് മരിച്ചതെന്നും പറഞ്ഞു. ഇത് കേട്ട രാജാവിന് ഒന്നും വരരുതെന്ന് വിചാരിച്ചാണ് താൻ അവിടുന്ന് വന്നതെന്നും എന്നിട്ടും അദ്ദേഹത്തിന് മരണം സംഭവിച്ചല്ലോ എന്നും അദ്ദേഹം മനസ്സിൽ വിചാരിച്ച് ദുഃഖിച്ചു. ഇത് കണ്ട ഭൃത്യൻ പറഞ്ഞു, രാജാവ് മരിച്ചല്ലോ, ഇനി രാജാവിനെക്കുറിച്ച് ഒരു ചരമഗീതം എഴുതിക്കൂടായോ എന്ന് ചോദിച്ചു. രാജാവിൻ്റെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നല്ലോ. അതുകൊണ്ട് ഉടൻ തന്നെ കാളിദാസൻ രാജാവിൻ്റെ ചരമഗീതം ചൊല്ലി. ഇത് കേട്ട രാജാവ് ഉടൻ തന്നെ അവിടെ വീണ് മരിച്ചു. അപ്പോഴാണ് ഇത് രാജാവായിരുന്നെന്ന് കാളിദാസനെ മനസ്സിലായത്. അദ്ദേഹത്തിന് ദുഃഖം സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം കാളിയുടെ ദാസനാണല്ലോ. എൻ്റെ കവിത കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റുമെങ്കിൽ ജീവിപ്പിക്കാനും പറ്റുമെന്ന വിശ്വാസത്തിൽ കാളിദാസൻ ദേവിയെ സ്തുതിക്കുന്നു. ആ സ്തുതിയാണ് ശ്യാമളാദണ്ഡകം എന്ന് പറയുന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട്. അത് കഴിഞ്ഞ് രാജാവ് അതോടുകൂടി ജീവിക്കുകയും സന്തോഷത്തോടെ അവർ ആലിംഗനം ചെയ്തിട്ട് 2 പേരും കൂടി കൊട്ടാരത്തിൽ പോയി സുഖമായി താമസിച്ചു. കുഞ്ഞുങ്ങളെ, രാജാവും കാളിദാസനും തമ്മിലുള്ള സ്നേഹം കണ്ടല്ലോ. അതുപോലെ ദേവിയെ ഭക്തിയോടെ സ്തുതിച്ചപ്പോഴാണല്ലോ മന്ദബുദ്ധിയായ യുവാവ് അറിവും ജ്ഞാനവും നേടിയ കാളിദാസനായി തീർന്നത്. അതുപോലെ ഭക്തിയോടെ സ്തുതിച്ചാൽ എല്ലാം നേടുമെന്ന് മനസ്സിലായല്ലോ. ഇനി കഥ നിർത്തട്ടെ. ഹരി ഓം തത് സത്.